നീ അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ വിഷമമുണ്ട്. അതുപോലെ ഈ ഉടുത്ത മുണ്ടും ഈ ഷർട്ടും അല്ലാതെ എനിക്കൊരു സാധനം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വീട് പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ വന്നേച്ച് കോട്ടരിയുടെ അവിടെ കോട്ടരിയുടെ അച്ഛനെ നോക്കാൻ നിൽക്കുക, അമ്മേനെ ചെമ്പരത്തിന്. എന്നിട്ട് ഞങ്ങൾ അങ്ങായിരുന്നു 1/2 കിലോമീറ്ററിൽ ലൈറ്റ് ഇടുന്ന് നോക്കി കഴിയുമ്പം വെള്ളം ഇങ്ങനെ 2 പൊക്കത്തി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോക്കകത്തേ നമ്മുടെ അമേരിക്കയിലെ വീടും സ്ഥലമൊക്കെ കൂടെ കത്തിപ്പോയെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാം. അത് ഒരു ആഗസ്റ്റ് 8-ാം തീയതിയാണ്. അന്ന് ഭയങ്കര കൊടുങ്കാറ്റ് പോലെ കടൽ കാറ്റുണ്ടായതാണ്. ആ കാറ്റ് അതിഭയങ്കരമായിരുന്നു. ഒരു 80, ഇവിടുത്തെ രീതിക്ക് ഒരു 100 കിലോമീറ്റർ സ്പീഡിലാണ് കാറ്റ് വന്നത്. ആ കാറ്റ് വന്ന് വല്ലാണ്ടായതുകൊണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റ് പെട്ടെന്ന് ചാടിക്കഴിഞ്ഞ് അതിൽ നിന്ന് തീ പടർന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോർട്ടേജ് ഉണ്ടായി. അങ്ങനെ അവിടെ തടിപ്പരകളാണ് കൂടുതൽ, അല്ലെങ്കിൽ പുല്ലും ഇങ്ങനെ ഉണക്കുള്ള സ്ഥലമില്ല. ഈ കാറ്റിൻ്റെ ഇതുകൊണ്ട് ഇതെല്ലാം പറന്നിങ്ങനെ മൊത്തം എല്ലായിടത്തും അങ്ങ് നിരന്നു. അപ്പോൾ ഞങ്ങൾ ടൗൺ ആയതുകൊണ്ട് ഇതിൻ്റെ പീസുകൾ പറന്ന് ഈ തീ അങ്ങോട്ടും പറഞ്ഞ് ചാടി ഈ ഗ്യാസ് സ്റ്റേഷൻ, ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോൾ പമ്പ്, അവിടെ ചാടിയാൽ പൊട്ടിത്തെറിച്ച് പിന്നെ പിടിച്ചു. പിന്നെ ഭയങ്കരമായ ടൗൺ ആണല്ലോ. അപ്പം അടുത്തടുത്ത് വീട് ഇതുകൂട്ടല്ലേ, ഫ്ലാറ്റും ഇങ്ങനെ എല്ലാം ഉണ്ട്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, എല്ലാ കൂട്ടങ്ങളുണ്ട്. എല്ലാം ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് എല്ലാം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 2000-3000 വീടും ആൾക്കാർ നശിച്ചു പോയിട്ടുണ്ട്. അമേരിക്ക എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഭയങ്കര രാജ്യവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമല്ലേ. അവിടെ ഈ ഫയർഫോഴ്സും സംഭവം ഒന്നും ഇല്ലായിരുന്നു. എല്ലാ കൂട്ടം ഉണ്ട്. അമേരിക്ക ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് ഹൈലൻഡാണ്. ഫയർഫോഴ്സിന് എത്താൻ പറ്റുന്നതല്ല, അറിയോ, ഈ വഴി മുഴുവൻ ബ്ലോക്കാണ്. അപ്പം ഫയർഫോഴ്സ് വരത്തില്ല. ഹെലികോപ്റ്റർക്ക് ഒട്ടും വരത്തില്ല. ഭയങ്കര കാറ്റായതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം മുക്കി പറ്റിയില്ല. ഹെലികോപ്റ്റർ പഠിച്ച് എല്ലാവരും നോക്കുക. അപ്പം എല്ലാവിധ അമേരിക്കയിൽ അറിയാമല്ലോ സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം നോക്കിയിട്ട് രക്ഷയില്ലാതെ വന്നതുകൊണ്ടാണ് ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയതുകൊണ്ട് ഹെലികോപ്റ്ററിന് ഒരു രീതിയിലും പറക്കാൻ പറ്റുന്നില്ല. അത് വെള്ളം നിറയ്ക്കാനോ അത് സ്പ്രേ ചെയ്യാനോ പറ്റുന്നില്ല. ഫയർഫോഴ്സുകാർക്ക് അവിടെ ഓടി എത്താനും പറ്റുന്നില്ല. അപ്പോൾ അവർ കണ്ടിച്ച് അവർ വന്നിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്, എല്ലാം ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി ആൾക്കാർ മരിച്ചു പോയിട്ടുമുണ്ട്. ഈ ഫയർഫോഴ്സ് തന്നെ അവരെ സംബന്ധിച്ചോളം ഒത്തിരി ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷേ ഇതിൻ്റെ മിന്നൽ ഈ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റൊന്നുമല്ല. ഭയങ്കരമായ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങനെ കണ്ടിച്ച് ഇതെല്ലാം നിമിഷം നടക്കല്ലേ. കണ്ടിച്ച് അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. പരമാവധി അവരെ അത്രയാണ് ചെയ്തുകൊണ്ടാണ് ഇത്രയും രക്ഷപ്പെട്ടത്. എന്നാലും നമ്മുടെ ഇവിടുത്തെ രീതിക്കോ ഇപ്പോൾ കാലിഫോർണിയ ഏറ്റവും റിച്ച് സ്റ്റേറ്റ് അല്ലേ. അവിടെ തീ പിടിച്ച് വിളഞ്ഞാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിലും ഇച്ചിരി പൂറാണല്ലോ നമ്മുടെ ഹവായി. എന്നിട്ട് അവരെ സംബന്ധിച്ചോളം അത് പരമാവധമാണ്. പിന്നെ ഈ കാറ്റായതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ. രാജേന് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടോ? എനിക്കെന്ന് പറയുമ്പോൾ നമ്മുടെ വൈഫിൻ്റെ ഹൗസായിരുന്നു. പുള്ളിയുടെ വീട് കംപ്ലീറ്റ് പോയി. ഒരു കാറ് പോയി, ഒരു പൂച്ച, ഒരു 25 സെൻറ്റ്, ബാക്കി ഡ്രസ്സോ കാര്യങ്ങൾ, കുറേ സ്വർണ്ണാഭരണങ്ങൾ. പുള്ളിക്കാരി അമേരിക്കക്കാരിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ഒത്തിരി ഡ്രസ്സുകൾ, സ്റ്റോണുകൾ, ഗോൾഡുകൾ, അങ്ങനെയുള്ള ഒത്തിരി. പിന്നെ പുള്ളിക്കാരി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി വിലപിടിപ്പുള്ള പെയിൻറ്റിങ് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നഷ്ടപ്പെട്ടു. പുള്ളിക്കൊരു $500,000 $500,000 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 4,000 കോടി. 4,000 കോടി അങ്ങനെ ഇവിടുത്തെ വരുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ പോയതാണ്. വീടെന്ന് പറയുമ്പം ഒരു ഏകദേശം 8 കോടി രൂപയുടെ വീടാണ്. അങ്ങനെ ഇവിടുത്തെ വിലയ്ക്ക്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു 1 മില്യൺ അതെല്ലാം പോയി. അങ്ങനെ അതിനകത്ത് ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഞാനും പുള്ളിക്കാരത്തെയും. അപ്പോൾ അവിടെ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ട്. അപ്പോൾ അവിടെ സർക്കാർ ഇടപെട്ടു. അതെല്ലാം കഴിഞ്ഞ് വെച്ച് നമുക്ക് എല്ലാത്തിനും കിട്ടിയല്ല. എന്നാലും വീടിൻ്റെ കിട്ടും, കാറ് പോയതിൻ്റെ കിട്ടി, മറ്റ് നമുക്ക് ഡ്രസ്സോ കാര്യങ്ങൾ. അപ്പോൾ ഇവനെ സംബന്ധിച്ചോളം നമ്മുടെ എന്തെല്ലാം നഷ്ടപ്പെട്ടെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ അതെല്ലാം തന്നു. സർക്കാർ ഭയങ്കര ഹെൽപ്പാണ്. ഇവിടുത്തെ അല്ല, എന്ത് ചെയ്യും. 2-3 മാസത്തേക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റുകൾ, താമസ സൗകര്യങ്ങൾ, ഫുഡ്, ഡ്രസ്സ്. അപ്പം നമുക്ക് ജോലിയില്ല, എല്ലാം അങ്ങനെ വേണമല്ലോ, എല്ലാം ചെയ്തു. ഭയങ്കര. അപ്പോൾ അവിടുത്തെ രീതിക്ക് നഷ്ടപ്പെട്ടെങ്കിലും എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു ഭാഗം കൂടെ അവിടെ ഉണ്ട്. ഇവിടുത്തെ പോലെ അല്ല. ഇവിടുത്തെ ഉണ്ടായ സമയത്ത് രാജാൻ വീട്ടിലുണ്ടോ? ഞാൻ വീട്ടിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലായിരുന്നു. രണ്ടുപേരും. പുള്ളിക്കാരി TV കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഈ ഭയങ്കര കാറ്റല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കും. അത് ഈ പ്രതീക്ഷിക്കാത്ത കാറ്റാ. അപ്പം അങ്ങനെ ഒരു കാറ്റ് പെട്ടെന്ന് വന്നാണോ? പെട്ടെന്ന് ഞാൻ ഇതിപ്പോൾ കടലായ ഒരു സുപ്രാത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അവിടെ ഉണ്ടാകുന്നതാണോ? അപൂർവമാണത്, വളരെ അപൂർവമാണ്.
അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇത് കേട്ട് പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അന്ന്. നോർമലി എനിക്കന്ന് ജോലി ഈ ഇല്ലാത്ത ദിവസമായിട്ട് അതുകൊണ്ടാണ് അവിടെ കണ്ടത്. അല്ലെങ്കിൽ പുള്ളി ജോലിക്ക് പോകും, പുള്ളി അകത്തിരിക്കും അറിയാം ചേച്ചിങ്ങനെ പോയി പുള്ളി വെളി തന്നെ. ആ എങ്ങനെ അറിയുന്നേ? അതെ, ഈ വരുന്നറിയുന്നല്ലോ. ഇതൊക്കെയാണ് മാതാവ് കാക്കുന്നത്. അല്ല അത് ഭയങ്കര ഇതാണ്. അവിടുത്തെ അത്രയും പ്രശ്നം ഉണ്ടായിട്ട് മാതാവിന്റെ പള്ളി കെട്ടിയില്ലല്ലോ. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 10 കിലോമീറ്റർ ഒരു മാതാവിന്റെ പള്ളി ഉണ്ടായിരുന്നു. കാണിച്ചല്ലോ, പള്ളി മാത്രം കത്തിയിട്ടില്ല. കണ്ടോ, അതൊക്കെയാണ് മാതാവ്. ഭയങ്കരമാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ തൊട്ട് കുറേ തീയാന്നേ. ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ അടുത്ത് അന്ന് ഇതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ലുങ്കി നമ്മുടെ ഇവിടുത്തെ കാവ്യം സാധാരണ ഷർട്ടും ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ നാടൻ രീതിയിൽ ജീവിക്കുന്നില്ലേ. അപ്പോൾ അതെല്ലാം അതേ ഉള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുമല്ലേ. പിന്നെ വീട്ടിൽ തീ കെടുത്തുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം അത് സാധിച്ചില്ല. പണ്ട് ഞാനിവിടെ തോട്ടിയിടിനെ താമസിച്ചിരുന്നു. ഇപ്പം എൻ്റെ വീട് ഉരുളുപൊട്ടി പോയില്ലേ, അന്ന് എനിക്ക് ഒട്ടുപോലച്ചോടെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ തൊടുപുഴയ്ക്ക് പോയേച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയും ഞാനും വലിയ ഒന്നുമല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ആ സമയത്ത്, ബിനോയ് നീ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ വിഷമമുണ്ട്. അതുപോലെ ഈ ഉടുത്ത മുണ്ടും ഈ ഷർട്ടും അല്ലാതെ എനിക്കൊരു സാധനം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വീട് പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ വന്നേച്ച് കോട്ടരിയുടെ അവിടെ കോട്ടരിയുടെ അച്ഛനെ നോക്കാൻ നിൽക്കുക, അമ്മേനെ ചെമ്പരത്തിന്. എന്നിട്ട് ഞങ്ങൾ അങ്ങായിരുന്നു 1/2 കിലോമീറ്ററിൽ ലൈറ്റ് ഇടുന്ന് നോക്കി കഴിയുമ്പം വെള്ളം ഇങ്ങനെ 2 പൊക്കത്തി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ വന്നു, വീടും ഇല്ല, ഈ ഉടുത്ത മുണ്ടും ഷർട്ടും അല്ലാതെ ഒന്നുമില്ല. ഇപ്പം രാജൻ പറഞ്ഞത് അതാണ് കളി. കുരുത്തം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിലോ പോയി തീർന്നിട്ട് അത്രേ ഉള്ളൂ. ഇതാണ് മാതാവിൻ്റെ അനുഗ്രഹം. അല്ല വെറുതെ ഇല്ല, നമ്മൾ പള്ളിയിൽ പോയി കുറിച്ച് വരയ്ക്കുമ്പോൾ എന്നിട്ടേ കുറിച്ച് വരത്തിട്ടില്ല, നമ്മൾ കിടക്കുള്ളൂ. ഒരു വിശ്വാസം. അതെല്ലാം നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കും, അത്ര തന്നെ.